യോബിന്റെ പുസ്തകം എടുത്ത് 4-ാം അധ്യായം എടുത്ത് 13-ാമത്തെ വാക്യം എടുത്ത് മനുഷ്യർക്ക് ഗാഢനിദ്ര പിടിക്കുന്നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. കണ്ടോ? എന്റെ അസ്ഥികളൊക്കെ കുലുങ്ങിപ്പോയി. കണ്ടോ? അസ്ഥി കുലുങ്ങിപ്പോയി. മനുഷ്യൻ ഗാഢനിദ്ര പിടിക്കുന്നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവങ്ങളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. എന്റെ അസ്ഥികൾ ഒക്കെയും കുലുങ്ങിപ്പോയി. കണ്ടോ? മുകളിൽ എഴുതിയിരിക്കുക, അസ്ഥി ഉണങ്ങിപ്പോയി. അസ്ഥി ദൈവത്തിന് സ്തോത്രം, ഭ്രമിച്ചു പോയി. ഇവിടെ ഇരിക്കുക, അസ്ഥി കുലുങ്ങിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 32-ാം സങ്കീർത്തനം എടുത്തേ, 3-ാം വാക്യം. നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. നിത്യം ഞരങ്ങി അസ്ഥി ക്ഷയിച്ചുപോയി. അസ്ഥി ഭ്രമിച്ചുപോയി. അസ്ഥി ഉണങ്ങിപ്പോയി. അസ്ഥിയുടെ ബലം ക്ഷയിച്ചുപോയി. സ്തോത്രം. അസ്ഥിയുടെ ബലം ക്ഷയിച്ചാൽ അതിനർത്ഥം നീ ക്ഷയിച്ചെന്നാ. ഇന്ന് ദൈവം പറയുക, അസ്ഥി സംബന്ധമായ പല രോഗങ്ങളും ഇന്ന് ഹീലാകണം. നിന്റെ അസ്ഥി ഇളംപുല്ല് പോലെ തഴയ്ക്കുമെന്ന ദൂത് എത്ര പേർക്ക്? പക്ഷേ മനോദുഃഖം ഇന്ന് മാറണം. ഹല്ലേലൂയ. എന്തോ മാറണം? മനസ്സിലെ ദുഃഖം. ഞാൻ ആ ഇളംപുല്ല് പോലെ തഴയ്ക്കുന്ന ഭാഗത്തേക്കൊക്കെ വരുന്നതിന് മുമ്പേ എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ വായിക്കണ്ട. ഉണങ്ങിയ അസ്ഥിയുടെ ചിത്രമുണ്ട്. ആ ചിത്രത്തിന്റെ ആത്മീയർത്ഥം എന്താ? പ്രത്യാശ നഷ്ടപ്പെട്ട ജനം. അപ്പൊ പ്രത്യാശ നഷ്ടപ്പെടുന്നവന്റെ അവസ്ഥ ഉണങ്ങിയ അസ്ഥി പോലെ അവന്റെ അവസ്ഥ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. എത്ര കൈയടിച്ചിട്ടും, എത്ര പാട്ടുപാടിയിട്ടും, എത്ര സ്തോത്രം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിന്നിൽ ഇറങ്ങാത്തതെന്ന് ചോദിച്ചാൽ അകാരണമായ ദുഃഖം. ഹല്ലേലൂയ. നിന്റെ മനസ്സിനെ കീഴടക്കി വെച്ചിരിക്കുക. ഞാൻ ഇന്നൊരു ദൂത് പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടങ്ങാം. ഒരു ദുഃഖവും നിന്റെ മനസ്സിനെ കീഴടക്കരുത്. നീ പിശാചിനെ കീഴടക്കണം. നിന്റെ ഹൃദയം സാത്താനെ കീഴടക്കണം. നിന്റെ ഹൃദയം പൈശാചിക ചിന്തകളെ കീഴടക്കണം. എനിക്കെന്തോ ചിലർക്കൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരധികാരം ഇന്ന് തരാൻ പോവുക. എത്ര പേര് ആമീൻ പറയും? 1-ാം സ്വർഗവും 2-ാം സ്വർഗവും 3-ാം സ്വർഗവും ഒക്കെ നിനക്ക് ദൈവം ഒരുക്കിയതാണെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. നിന്റെ മനസ്സിനെ കീഴടക്കുന്ന ആ സ്പിരിറ്റിനെ ഇന്ന് നീ കീഴടക്കണം.